സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തിൽ ഇതേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു ഉണ്ട്. അതിന് വല്ല സെനതും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സെനത് എന്ന് പറഞ്ഞാൽ പരമ്പര. പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സെനത് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിന്റെ സെനത് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഷാർ മുബാറക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എനിക്ക് ഷാർ മുബാറക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ SYSന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഷാർ മുബാറക് ഉണ്ട്, അതിന്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു, അൽഫമറ, 1000 വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഅർ മുബാറക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമികൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അൽ ജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ഷാർ മുബാറക് ഉണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെവിടെ? അത് കാണിച്ചു കൊടുത്തു, അതിന്റെ സനദ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബിയെ വിളിച്ചു, ബഹ്റൈനിൽ നിന്ന് ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം നേരം വെളുക്കുന്നത് വരെ ആ ഷാർ മുബാറക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷഅർ മുബാറക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിന്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷഅർ മുബാറക്
ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എന്റെ സഅദ് മുബാറക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ, അവിടുത്തെ തലയിലെ മുടി കറയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 1,40,000 വരുന്ന സഹാബികൾക്കിടയിൽ ആ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അങ്ങനെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഔഫുൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടുന്ന് സൂക്ഷിച്ചു. അവിടുന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ശരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറകാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷഅർ മുബാറക്ക്. എന്തൊരു സഹോദരങ്ങളെ, ഈ ഷഅർ മുബാറക്കിലേക്ക് കയറണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശ്രദ്ധാക്കപ്പെട്ട 2-3 കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, വിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കൊടുക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവാക്കപ്പെട്ട മുടി അത് മർക്കിലുള്ളതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അതിന്റെ വസ്തുതയാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ പുത്തരിയല്ല. ഞങ്ങളെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തെറ്റിദ്ധരിപ്പിച്ചു, ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചു. മഹാനവറുകളെ 2 കൈക്കും ആമം വെച്ചിട്ട് ഭരണാധികാരിയുടെ ഓർഡർ പ്രകാരം പിടിച്ചുകൊണ്ടുപോയി. സുന്നത്ത് ജമാഅത്ത് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, എസ്വൈഎസിന്റെ പ്രവർത്തകരെ, എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അത് പാൽപായസമാണെന്ന് കരുതരുത്. സിറാജുലുദന്റെ സമ്മേളനത്തിന്റെ ഒരു തിരക്ക്, അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ഗണ്ണന പ്രസംഗം, ഇതെല്ലാം കൂടി എല്ലാം തലയിലായല്ലോ എന്ന് പ്രവർത്തകർക്കും തോന്നണ്ട. അതുകൊണ്ട് പറയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നടത്തുമ്പോ പാൽപായസമാണെന്ന് കരുതരുത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ആയിരങ്ങളുണ്ടാകാം.